നേരക്ക് സ്ത്രീകളെടുത്ത് പോവാൻ ക്യാഷ് ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോ എനിക്ക് തരാൻ പൈസ ഇല്ല. എന്തോ എങ്ങനെ അപ്പൊ ആക്ച്വലി ആറാട്ടണ്ണൻ പെരേരുടെ അടുത്ത് പൈസ കടഞ്ഞോട്ട് ചോദിച്ചതാണ്. പെരേരെ എന്റെ കാശ് വാങ്ങിച്ചിട്ടുണ്ട്, തന്നിട്ടില്ല ഇതുവരെ. നീ എന്താടാ പറഞ്ഞത്? ഇതുവരെ തന്നിട്ടില്ല. എത്ര രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു? പുള്ളി തരാന്ന് പറയും, ഇത് തന്നിട്ടില്ല ഇതുവരെ. ഏറിപ്പോയ 2 ആഴ്ച ഉറപ്പ്. 2 ആഴ്ച ആകൂല സാറ്, കൂടി വന്ന 2 മാസം അല്ലേ? എന്തിനു വേണ്ടിട്ടാ ക്യാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ? എന്തിനു വേണ്ടി എങ്ങനെ പറയാ, വെറുതെ ഞാൻ പല ഇന്റർവ്യൂ പറഞ്ഞാണ് അപ്രിയ സത്യങ്ങൾ പറയാൻ. അല്ല പറയൂ, നമുക്കറിയാലോ. അല്ല, ഇന്നാള് ഞങ്ങളൊരു കൊല്ലത്തൊരു പ്രോഗ്രാമിന് പോയി. അപ്പൊ തിരിച്ചു വന്നപ്പോ കേക്കണ്ട ചെയ്ത വർത്താനം ഇതൊക്കെ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റിയ വർത്താനാ. ഓരോ വർത്താനങ്ങൾ പറഞ്ഞു കേക്കണ്ട ഉണ്ടെങ്കിൽ എന്നിട്ട് പിടിക്കണ്ട അതല്ല തിരിച്ചു വന്നപ്പോ ഞങ്ങൾ ക്യാൻസൽ ചെയ്തപ്പോ ഞാനാ പുള്ളിയുടെ കാശ് കൊടുത്തത്. അത് തിരിച്ചു തന്നിട്ടില്ല. എന്നാലും പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിട്ട് പേരോ ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. നിങ്ങൾ മറ്റു സ്ത്രീകളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് പുള്ളിക്ക് ഭാവി കല്യാണം കഴിക്കണം അങ്ങനെ ഉണ്ടറിയാം. എനിക്ക് കല്യാണം കഴിക്കാനൊന്നുമില്ല. പുള്ളി കല്യാണം അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നെഗറ്റീവ് ആയിട്ട് മാറും. ശരിക്കും ഉണ്ടോ അങ്ങനെ? പെരേര പെണ്ണുപിടിയനാണോ ശരിക്കും? അല്ല മെൻമിനി ആള് കൊള്ളാലോ. പെണ്ണിവിടെ ഒന്നല്ല പുള്ളി താല്പര്യമുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഉള്ള താല്പര്യമുണ്ട്. സ്ത്രീ വിഷയത്തിൽ കുറച്ച് താല്പര്യമുള്ള ഒരാളായിരിക്കും അല്ലേ പെരേര? പുള്ളിക്കല്ല, പുള്ളി ഭക്ഷണത്തിൽ ഭയങ്കര താല്പര്യമാണ്. ഇപ്പൊ 2 ബിരിയാണിക്കാണ് കഴിക്കുന്നത്. ഇത് 2 ബിരിയാണി കഴിച്ച് ശ്രദ്ധിക്കും. അങ്ങനെ പുള്ളിക്ക് അങ്ങനെ എല്ലാത്തിനോടും ഒരു ഇതുണ്ട്, ഒരു ആസക്തിയുണ്ട് എല്ലാത്തിനോടും. അപ്പോ ആറാട്ടണ്ണനോ ശരിക്കും ഇതുപോലെ സ്ത്രീ വിഷയത്തിലൂടെ താല്പര്യമുണ്ടോ? സ്ത്രീ വിഷയത്തിലും ഇതുപോലെ താല്പര്യമുണ്ടോ പെരേര? എനിക്ക് ആവശ്യത്തിനേ ഉള്ളൂ. ആവശ്യത്തിന് താല്പര്യം ഉണ്ട്. അപ്പോ അത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അതായത് കൂടുതലും അല്ല കുറവല്ല, ആവശ്യത്തിനേ ഉള്ളൂ. ആവശ്യത്തിന് എനിക്ക് സ്ത്രീകളോട് ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. അതെല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണോ ഈ പലരിടത്തും ക്രഷ് എന്നൊക്കെ പറഞ്ഞു? ഇപ്പൊ ഞാൻ പറയാറില്ല, പണ്ടേക്ക് തോന്നിയില്ല. എന്ത് പറ്റി ഇപ്പൊ ക്രഷ് ഒന്നും ഇല്ലേ? ഇപ്പൊ ശരിക്കും ഇപ്പൊ ക്രഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജയിലിൽ പോയാൽ കണ്ടുവരും. അതുകൊണ്ടാണ് പറയാത്ത. എന്തിനായിരുന്നു ശരിക്കും ആക്ച്വലി ജയിലിൽ പോയത്? എന്തിനായിരുന്നു? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. കോമാളത്തിന് എനിക്ക് കാണിക്കാൻ പറ്റില്ല, പെരേരയ്ക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് അഡൽട്ട് കാര്യങ്ങൾ ഇടുന്നുണ്ട്. കാരണം ഈ ഫേസ്ബുക്കിൽ അമ്മമാർക്ക് വേണ്ട അതാക്കിയ അഡൾട്ട് ആണ് കുറച്ച് താല്പര്യം തോന്നുന്നത്. കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ. ശരിക്കും ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് എന്തൊരു അഭിപ്രായം? അമ്മാതിരി കമന്റ് കേട്ടോ കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.